തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 11-ാം നമ്പർ മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. 27 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശ്യാമിലി മർദ്ദിച്ചുവെന്നും കേൾവിക്ക് തകരാറുണ്ടെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. അഷിൻ ഡിയഗയുടെ വിശദാംശങ്ങളുമായി അഷിൻ. എന്നാൽ വാദങ്ങൾ തള്ളിയിരിക്കുകയാണ് കോടതി. ഇപ്പോൾ ബെയ്ലിൻ ദാസിന് ജാമ്യമില്ല, റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റും എന്നുള്ള വിവരം കൂടി വരുന്നു. വിശദാംശങ്ങൾ എന്താണ്? അവനിത തീർച്ചയായും ആദ്യഘട്ടത്തിൽ 27 വരെയാണ് റിമാൻഡ് എന്നുള്ളതായിരുന്നുവെങ്കിൽ പക്ഷേ 30-ാം തീയതി വരെയാണ് ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. 2 വാദങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ വൈദ്യപരിശോധനയ്ക്കായി കോടതിയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമാകും പൂജപ്പുര ജയിലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. 2 വാദങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ബെയ്ലിൻ ദാസിന്റെ വാദങ്ങൾ തനിക്കും മർദ്ദനമേറ്റിട്ടുണ്ട്, ചെവിയിലാണ് മർദ്ദനമേറ്റിട്ടുള്ളത്, മുഖത്ത് പുരികത്തിന്റെ ഭാഗത്തായി നഖം കൊണ്ട് മുറിച്ചതിന്റെ പാടുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല 3 കുട്ടികളുണ്ട്. ഈ കുട്ടികൾ മാത്രമല്ല ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച ജാമ്യം നൽകണം എന്നുള്ളതായിരുന്നു വാദം. പക്ഷേ മറുഭാഗം വാദത്തിൽ അവർ പറഞ്ഞത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, മാത്രമല്ല ഈ നിയമ സ്വാധീനം ഉപയോഗിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. അതുകൊണ്ട് ഈ പ്രതിയായ ബെയ്ലിൻ ദാസിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു വാദിഭാഗത്തിന്റെ ആ ഒരു വാദം എന്നുള്ളത്. എന്തായാലും നാളെ ഈ ഒരു ജാമ്യാപേക്ഷയിൽ നാളെ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഭാഗത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ബെയ്ലിൻ ദാസിനെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ നിർണായകമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നാളെ ജാമ്യ ഹർജി പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. നമുക്ക് അഷിൻ ഡിയാഗോയിലേക്ക് പോകേണ്ടതുണ്ട്. അഷിൻ, ഇതിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്യാമിലി മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണല്ലോ പ്രതിഭാഗം അഭിഭാഷകനും ഉയർത്തുന്നുണ്ടായിരുന്നത്. പക്ഷേ ശ്യാമിലിയുടെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം നൽകേണ്ടതില്ല എന്ന നിലപാടിലെത്തിയിരിക്കുന്നത്. ഒപ്പം ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണല്ലേ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? അവനിത തീർച്ചയായും 4 വകുപ്പുകളാണ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ 3 എണ്ണത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പക്ഷേ അതിൽ ഒരെണ്ണം സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. സ്ത്രീത്വത്തെ അപമാനിക്കലിൽ ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് നാളെയാണ് ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പുതിയതായി ഒരു വകുപ്പ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 118(3). അതായത് ഈ വനിതാ അഭിഭാഷകയുടെ മുഖത്ത് പൊട്ടലുണ്ട്, അതുകൊണ്ടാണ് 118(3) കൂടി പോലീസ് അധികമായി കൂട്ടിച്ചേർത്ത് ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാദങ്ങൾ, പ്രതിഭാഗം വാദങ്ങളിൽ പ്രധാനമായും പറയുന്നത് പ്രതിക്ക് ഒരു കുടുംബമുണ്ട്, 3 കുട്ടികളുണ്ട്, സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയാണ്, മാത്രമല്ല ലീഡിംഗ്. വിശദാംശങ്ങൾ ശേഖരിക്കുക. ഇയാളെ ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം ജയിലിലേക്ക് മാറ്റും. നമുക്കിപ്പോൾ